വി അൻവർ ടെലിഫോണിലാണ്. ശ്രീ പി വി അൻവർ, എം.ആർ. അജിത് കുമാർ വിജിലൻസ് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ആ സംഭവം നടന്നിട്ടുള്ളത്? താങ്കളാണല്ലോ എം.ആർ. അജിത് കുമാറിനെതിരെ പരാതിയുമായി രംഗത്തേക്ക് എത്തിയത്. അല്ല, അതിലൊരു തെറ്റിദ്ധാരണ പരക്കുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ സംഭവം എന്താ വെച്ചാൽ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സുമായിട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി നൽകിയതിൽ ഒരു പ്രധാന കക്ഷി സാജൻ സക്കറി ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ ചില കേസുകളൊക്കെ ആളുകൾക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന കേസുകൾ സെക്ഷൻ ഉപയോഗിച്ച് കേസെടുത്തിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഈ പോലീസിന്റെ ഒരു വയർലെസ് മെസ്സേജ്, 2 വയർലെസ് മെസ്സേജുകൾ, കോഴിക്കോട് കമ്മീഷണറുടെയും കൊച്ചി കമ്മീഷണറുടെയും 2 വയർലെസ് മെസ്സേജുകൾ ഇദ്ദേഹം ടെലികാസ്റ്റ് ചെയ്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വിഷയം വളരെ ഗൗരവതരമാണ് എന്ന നിലക്ക് ആ യൂട്യൂബ് സന്ദേശം അടക്കമുള്ള വീഡിയോസ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ വീണ്ടും പരാതി നൽകിയിരുന്നു. ആ പരാതി കൊടുത്തതിന് ശേഷമാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയവും നിലവിലുള്ള പോലീസിന്റെ നടപടികളും അതുവരെ ഉണ്ടായിരുന്ന നടപടികളും വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ കാണാൻ ശ്രമിച്ചതും കണ്ടതും. അന്ന് വളരെ കൃത്യമായിട്ട് ഈ വിഷയം വളരെ ഗൗരവതരമാണ്, ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 66F അട്രാക്ട് ചെയ്യുന്ന IT ടെററിസമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് 66F വെച്ചുകൊണ്ട് FIR ഇടണം എന്ന ആവശ്യം ഞാൻ ഉന്നയിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അത് പ്രോസിക്യൂഷനുമായിട്ട് ഡിസ്കസ് ചെയ്യണം, ലീഗൽ ഒപ്പീനിയൻ എടുക്കണമെന്ന് പറഞ്ഞ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ലീഗൽ ഒപ്പീനിയൻ എഴുതി പ്രോസിക്യൂഷൻ അവർക്ക് അന്ന് അതിന് മറുപടി കൊടുത്തപ്പോൾ പ്രോസിക്യൂഷൻ അന്ന് പറഞ്ഞിരുന്നത്, കാരണം വയർലെസ് മെസ്സേജ് ആണ് ചോർത്തിയത്. IT ആക്ട് എന്ന് പറയുന്നത് IT റിലേറ്റഡ് ആണ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്ത വലിയൊരു അപ്ഡേറ്റഡ് വെർഷനാണ് കേരളത്തിലെ വയർലെസ് സിസ്റ്റം. അപ്പോൾ പ്രോസിക്യൂഷൻ കൊടുത്ത മറുപടി, വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ IT കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇറ്റ് വിൽ അട്രാക്ട് 66F എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പ്രോസിക്യൂഷൻ മറുപടി കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ മറുപടി കൊടുത്തിട്ട് പോലും ഈ 66F ഇടാൻ അദ്ദേഹം തയ്യാറായില്ല. അവിടെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും ഇദ്ദേഹത്തിന് ഇതിൽ കള്ളക്കളിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും. ആ സമയത്ത് സാജൻ സക്കറിയ ബെയിലിന് വേണ്ടിയിട്ട്, ആന്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ഒളിവിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ കൃത്യമായും സാജൻ സക്കറിയ ഉള്ള ഒരു സ്ഥലം, അദ്ദേഹം അവിടുത്തെ ഒരു സീനിയർ വക്കീലിനെ ഡൽഹിയിൽ ബെയിലിന് വേണ്ടി കാണാൻ പോകുന്ന സമയം കൃത്യമായി മനസ്സിലാക്കി ആ ഇൻഫർമേഷൻ അന്ന് അജിത് കുമാറിന് ഞാൻ കൈമാറുകയാണ്. ഇന്ന സമയത്ത് അദ്ദേഹം ഇന്ന സ്ഥലത്ത് എത്തുന്നു. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, എന്നെ ഫൂളാക്കി പോലീസ് അവിടെ പോയ സമയത്ത് ഇദ്ദേഹം ആ സമയത്ത് അവിടെ വന്നില്ല എന്ന തെറ്റായ മെസ്സേജാണ് തരുന്നത്. കാരണം എനിക്ക് ഇൻഫർമേഷൻ തന്നത് ഹൈക്കോടതിയിലെ കേരളത്തിലെ ഒരു വക്കീലായിരുന്നു. ആ വക്കീൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്കൊരു ചെറിയ ഡൗട്ട് മുമ്പ് 1-2 സ്ഥലത്ത് ഇദ്ദേഹം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന വിവരം പോലീസിന് കറക്റ്റായി കൊടുത്തിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മിസ്സായി, ആളില്ല എന്നൊക്കെയായിരുന്നു അജിത് കുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് ഇൻഫോം ചെയ്ത ഇൻഫോമറായ എൻ്റെ സുഹൃത്ത് വക്കീലിനോട് ഈ പറയുന്ന സീനിയർ വക്കീലിന്റെ വീടിന്റെ പരിസരത്ത് ഈ സമയത്ത് നിങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാറിൽ ഈ സീനിയർ വക്കീലിന്റെ വീടിന്റെ ഒരു 50 മീറ്റർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഈ അപ്പോയിന്റ്മെന്റ് കൊടുത്ത സമയം കഴിയുന്നവരെ പുള്ളി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് അജിത് കുമാറിനെ ആ സമയത്ത് വിളിക്കുമ്പോൾ പറയുന്ന പോലീസ് അവിടെ മഫ്റ്റിയിലുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ക്യാച്ച് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറും അവിടെ മഫ്റ്റിയിൽ ആ പ്രദേശത്തേക്ക് ആ സമയത്ത് വന്നിട്ടില്ല. സാജൻ സക്കറിയ സീനിയർ വക്കീലിനെ കണ്ട് സുഖമായിട്ട് അദ്ദേഹത്തിന്റെ ഡിസ്കഷൻ നടത്തി ഇറങ്ങി പോവാണ്. അപ്പൊ എനിക്ക് തന്ന ഇൻഫർമേഷൻ അവിടെ പോലീസ് നിൽക്കേണ്ട സാജൻ സക്കറിയ ഒന്നില്ല എന്നാണ്. അത് പച്ചക്കള്ളമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അവിടെയാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങുന്നതും സാജൻ സക്കറിയ എടുത്തുനിന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ഡീൽ ഇദ്ദേഹം നടത്തി എന്നൊക്കെ പിന്നീട് ഞാൻ പരാതി നൽകുന്നതൊക്കെ അതിന് താങ്കൾ പറയുന്നത് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ഈ വയർലെസ് സന്ദേശം ചോർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു, അതല്ലാതെ മറ്റു തരത്തിലുള്ള കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ. കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ കോഴിക്കോടിലെ സ്വർണ്ണക്കള്ളക്കടത്തും റിദാൻ ബാസിലും മാമി കേസൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ പരാതി കൊടുക്കുന്നത് അത് കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞിട്ടാണ്, അതിനുശേഷമല്ല. ഇത്
ഈ പറയുന്ന ഹേറ്റ് യൂബേഴ്സിനെതിരെയുള്ള പോലീസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡിലാണ് എന്താ അതല്ലാതെ ഒരു കൂടിക്കാഴ്ച താങ്കൾ നടത്തിയിട്ടില്ല അല്ലെ എം.ആർ. അജിത് കുമാറുമായി? ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇതിലിപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പി.വി. അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് കാരണം എന്നതാണ് വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. ആ വഴിവിട്ടത് എന്താണെന്നും കൂടി അദ്ദേഹം പറയണം. അതല്ലേ ചെയ്യേണ്ടത്. വഴിവിട്ടെന്നൊരു വഴി എഴുതിയാൽ പോലെ വഴിവിട്ട് ഞാൻ എന്താ ആവശ്യപ്പെട്ടു അദ്ദേഹം പറയട്ടെ. അങ്ങനെ പറയണല്ലോ. അപ്പോഴല്ലേ അല്ല വഴിവിട്ട് എനിക്ക് എന്റെ താല്പര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അത് നടന്നല്ലോ. മാത്രമല്ല ഈ ഷാജൻ സ്കറിയെ ഒരു തരത്തിലും സഹായിക്കാൻ ശ്രമിച്ചിട്ടില്ല, തനിക്കെതിരെ എത്രയോ വാർത്തകൾ നൽകിയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ശ്രമവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നാണ് എന്നതുകൂടി എം.ആർ. അജിത് കുമാർ മൊഴിയായി പറഞ്ഞിട്ടുണ്ട് ശ്രീ പി.വി. അൻവർ. ഏത് വ്യാജരേഖ? ഏത് രേഖയെ കുറിച്ചാണ് പറഞ്ഞത്? അതായത് ഇപ്പോൾ ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള പരാതികളുണ്ടല്ലോ, അതിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പോലീസിൽ നിന്ന് തന്നെയാണ്. വേണമെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് ട്രിവാൻഡ്രത്ത് അദ്ദേഹം 33,80,000 രൂപ കൊടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. പെയ്ഡ് ബൈ ക്യാഷ്, കള്ളപ്പണം. പണത്തിന്റെ സോഴ്സ്, ചെക്കോ ഡീറ്റെയിൽസോ ഒന്നുമില്ല. 10ാമത്തെ ദിവസം 65 ലക്ഷത്തിൽ അദ്ദേഹം വിൽക്കുന്നു. റിസീവ്ഡ് ബൈ ക്യാഷ്. ഞാൻ പറയുന്നതല്ല, ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കള്ളപ്പണം കൊടുത്ത് വാങ്ങുന്നു. 10ാമത്തെ ദിവസം ഇരട്ടി വിലക്ക് കള്ളപ്പണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വിൽക്കുന്നു. ആധാരത്തിലുണ്ട്. തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന രജിസ്റ്റർ ഓഫീസ്. ശരി, അവിടെ ഒന്ന് പോയി അന്വേഷിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ചമച്ചതല്ല. ഇത് കേരളത്തിന്റെ രജിസ്ട്രേഷൻ അതോറിറ്റിയിലെ റെക്കോർഡാണ്. ആ റെക്കോർഡിന്റെ കോപ്പിയെ കൊടുത്തത്. അതാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി ഇപ്പൊ ഏറ്റവും സീരിയസ് ആയി എടുത്തത്. ശരി, ശരി, വളരെ നന്ദി ശ്രീ പി. അൻവർ പ്രതികരിച്ചതിന്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് തനിക്കെതിരായ വ്യാജരേഖകൾ പോലീസിൽ നിന്ന് ചമച്ചതാണ് എന്ന് എം.ആർ. അജിത് കുമാർ വിജിലൻസിന് മൊഴി നൽകിയതൊപ്പം തന്നെ പി.വി. അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നതുൾപ്പെടെ വിജിലൻസിന് നൽകിയ മൊഴി പുറത്തുവന്നു. ആ മൊഴിപ്പകർപ്പിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.